നെടുമങ്ങാട് 1.5 വയസ്സുകാരന്റെ ക്രൂര കൊലപാതകം അല്ലേ? സമാനതകളില്ലാത്ത ക്രൂരത എന്ന് തന്നെ പറയേണ്ടി വരും വിനോദ്. എന്തായാലും നമുക്കൊക്കെ രാവിലെ തന്നെ ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സ്വാഭാവികമായിട്ടും ഒരു മനപ്രയാസം ഉണ്ടാകും. പക്ഷേ ഈ വാർത്ത പ്രേക്ഷകരിൽ എത്തിച്ചേ മതിയാകും. ആ കുഞ്ഞിന്റെ ദേഹത്ത് 90ഓളം മുറിവുകൾ ഉണ്ടായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അല്ലേ? അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. യെസ്, തീർച്ചയായും. നെടുമങ്ങാട് 1.5 വയസ്സുകാരന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസിലെ റിമാൻഡ് റിപ്പോർട്ടിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ. കുഞ്ഞിന്റെ ശരീരത്തിൽ 91 മുറിപ്പാടുകളുണ്ട്. കുട്ടിയുടെ അമ്മയോടൊപ്പം ഒന്നിച്ചു ജീവിക്കാൻ കുഞ്ഞ് തടസ്സമായിരുന്നെന്നാണ് അഷ്കറിന്റെ മൊഴി. കേസ് പ്രത്യേക സംഘം അന്വേഷിക്കണമോ എന്ന കാര്യത്തിൽ ആഭ്യന്തര വകുപ്പ് ഉടൻ തീരുമാനമെടുക്കും. ശ്യാം തന്നെയുണ്ട് ഇതിന്റെ വിവരങ്ങൾ നൽകാൻ. ശ്യാം എത്തിയിട്ടുണ്ട്. ശ്യാം, അതായത് ഈ കുഞ്ഞിന്റെ കൊലപാതകം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ നെഞ്ചിനെ വല്ലാതെ കീറി മുറിച്ചൊരു സംഭവം തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ അഷ്കർ നൽകുന്ന മൊഴിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്? അപ്പം തുടരന്വേഷണം എങ്ങനെയായിരിക്കും? ആഭ്യന്തര വകുപ്പ് ഈ കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കാൻ ഒരു തീരുമാനമെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാകും ഈ വിഷയത്തിൽ ചർച്ചയാകുക? പ്രത്യേകിച്ച് അഷ്കറിന്റെ ഒരു ക്രിമിനൽ പശ്ചാത്തലം നന്നായി അറിയാം. അഷ്കർ മൂലം ഇതിനു മുൻപ് ചിറൻകീഴ് സ്വദേശിനിയായ യുവതി ജീവനൊടുക്കിയെന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പം മുൻ ഭാര്യ ആമിനയെ അതിക്രൂരമായി മർദ്ദിച്ച് കോമ സ്റ്റേജിലെത്തിച്ച ഒരു പ്രതി കൂടിയാണ് ഈ അഷ്കർ എന്ന് പറയുന്നത്. അന്ന് നെടുമങ്ങാട് പോലീസിൽ നിരവധി തവണ ഈ കുടുംബം പരാതി നൽകിയിട്ടും തിരിഞ്ഞു പോലും നോക്കിയില്ല. അപ്പോൾ ഇനിയുള്ള അന്വേഷണം എങ്ങനെയായിരിക്കും? ഇതൊക്കെ അന്വേഷണ പരിധിയിൽ എത്തുമോ ശ്യാം? അശ്വതി വിനോദ്, നെടുമങ്ങാട് 1.5 വയസ്സുകാരൻ്റെ കൊലപാതകത്തിൽ രണ്ടാം അച്ഛനായ അഷ്കറിനെതിരെ പ്രധാനമായും ഗുരുതര ആരോപണങ്ങളാണ് ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നത്. അതായത് നിലവിൽ മുൻ ഭാര്യയായ ആമിനയുടെ സഹോദരനെ ഇത്തരത്തിൽ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടിരുന്നു. ഇതിൽ അഷ്കറിൻ്റെ പങ്കാളിത്തമുണ്ടോ എന്നുള്ള ചില സംശയങ്ങൾ ഉയർന്നു വരുന്നിരുന്നു. കുടുംബം ഇത് സംബന്ധിച്ചുള്ള ചില പരാതികൾ എല്ലാം തന്നെ ഉന്നയിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് നിലവിൽ സംശയങ്ങൾ പോലീസിന് പക്കലും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയാണ് നിലവിൽ അന്വേഷണ പരിധി നീട്ടണമോ എന്നുള്ള കാര്യത്തിൽ പോലീസിലേക്ക് നിലവിലുള്ള അന്വേഷണ സംഘത്തിന് സംശയം ഉയർന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമായും ഇത്തരത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിനെ നിയമിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ആഭ്യന്തര വകുപ്പ് കടക്കാൻ തന്നെ തീരുമാനമെടുത്തത്. ഇത് സംബന്ധിച്ച് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി നിലവിൽ ചർച്ചകളെല്ലാം തന്നെ അന്വേഷണ സംഘം നടത്തുകയും ചെയ്തു. എന്തായാലും ഇത് സംബന്ധിച്ച കാര്യങ്ങളെല്ലാം തന്നെ ഇന്ന് ആഭ്യന്തര വകുപ്പ് തീരുമാനമെടുക്കും. പ്രധാനമായി ഇതിൽ പ്രത്യേക അന്വേഷണ സംഘം വേണമോ എന്നുള്ള കാര്യത്തിലും തീരുമാനമെടുക്കും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതിയായ അഷ്കറിനെതിരെ കൂടുതൽ വ്യാപകമായ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഒപ്പം തന്നെ കൊലപാതക ശ്രമം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഇത്തരത്തിൽ പരാതി വരുന്നുണ്ട്. എന്നാൽ ഇത് സംബന്ധിച്ചുള്ള പരാതിയോ മറ്റു കാര്യങ്ങളിലൊന്നും തന്നെ പോലീസിൻ്റെ പക്കലേക്ക് വന്നിട്ടുമില്ല. നിലവിൽ ഈ റിമാൻഡ് റിപ്പോർട്ടിലടക്കം ഗുരുതരമായ കണ്ടെത്തലുകളാണുള്ളത്. 91 മുറിവുകളാണ് ഉള്ളതെന്നാണ് ഈ കുട്ടിയുടെ ശരീരത്തിലുള്ളതെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുകയും ചെയ്തത്. ഒപ്പം തന്നെ വാരിയലിനേറ്റ ക്ഷതമടക്കം ഇത്തരത്തിൽ മരണത്തിന് കാരണമായിട്ടുണ്ട്. ഈ കുട്ടിയുടെ അമ്മയോടൊപ്പം തന്നെ ജീവിക്കാൻ വേണ്ടിയിട്ട് അഷ്കറിനെ ഈ കുട്ടി തടസ്സമാകും എന്ന് കണ്ടതിനാലാണ് കുട്ടിയെ കൊലപ്പെടുത്തിയെന്നാണ് പോലീസിൻ്റെ റിമാൻഡ് റിപ്പോർട്ടിലടക്കം സൂചിപ്പിച്ചിരിക്കുകയും ചെയ്യുന്നത്. എന്തായാലും അഷ്കറിനെതിരെ ഗുരുതരമായ കണ്ടെത്തലുകളും എല്ലാം തന്നെയാണ്, വ്യാപകമായ ആരോപണങ്ങളും എല്ലാം തന്നെയാണ് ഉയർന്നു വന്നിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ തന്നെയാണ് പ്രധാനമായും ആഭ്യന്തര വകുപ്പ് ഇത്തരത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം കൊടുത്തുകൊണ്ട് ഇത്തരത്തിൽ അഷ്കറിൻ്റെ മുൻകാല ക്രൂരകൃത്യങ്ങൾ കൂടി അന്വേഷണ പരിധിയിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കങ്ങളെല്ലാം തന്നെ നടക്കുകയും ചെയ്യുന്നത്. ഇടപെടുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് വിശദാംശങ്ങൾ കൂടി അറിയണം. അതായത് ഈ അഷ്കറിനെതിരെ നിരവധി തവണ പോലീസിൽ പരാതി വന്നിട്ടും പോലീസ് ഒരു നടപടി പോലും, പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ നെടുമങ്ങാട് പോലീസ് ഒരു നടപടി പോലും സ്വീകരിച്ചില്ല. അഷ്കറിനെ വിളിക്കുക, വിരട്ടിവിടുക, ഇത് മാത്രമാണ് ചെയ്തത്. അതിന് പിന്നിൽ അഷ്കർ ഏറെ നാളായി ഈ പോലീസ് വാഹനത്തിലെ ഡ്രൈവറായി ജോലി ചെയ്തു. അപ്പോൾ ആ ഒരു സ്വാധീനം പ്രതി ദുരുപയോഗിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി ഒന്ന് പങ്കുവെക്കാമോ? അശ്വതി, ഈ നെടുമങ്ങാട് ഇത്തരത്തിൽ ക്രൂര കൊലപാതകം നടക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ചിറയൻകീഴ് സ്വദേശിയായ ആമിനയെ അഷ്കർ വിവാഹം കഴിച്ചിരുന്നു. വിവാഹം കഴിച്ച ശേഷവും ഇത്തരത്തിൽ ക്രൂര കൊലപാതകം ക്രൂരമായി മർദ്ദിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ കേസുമായി ബന്ധപ്പെട്ട് തന്നെ ആമിനയുടെ കുടുംബം നിലവിൽ അഷ്കറിനെതിരെ പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ പോലീസ് ആദ്യഘട്ടത്തിൽ തന്നെ നേരത്തെ എല്ലാം സൂചിപ്പിച്ചതുപോലെ തന്നെ പരാതി അവഗണിക്കുകയായിരുന്നു. കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോലീസ് സ്റ്റേഷനിലെ തന്നെ
ഔദ്യോഗിക വാഹനം, പോലീസിൻ്റെ ഔദ്യോഗിക വാഹനം ഓടിച്ചിരുന്ന പുറത്തു നിന്നെത്തിയ അഷ്കറാണ്. അഷ്കറിന് ഇവരിൽ നല്ല സ്വാധീനമുണ്ടായിരുന്നു. ഇവരിൽ പലരും അഷ്കറിൻ്റെ സുഹൃത്തുക്കളായിരുന്നു. ഈ സ്വാധീനമെല്ലാം തന്നെ ഉപയോഗിച്ചുകൊണ്ടാണ് പരാതി പലപ്പോഴും മടക്കി അയക്കുകയും ഈ കുടുംബത്തെ തന്നെ ഉദ്യോഗസ്ഥർ മടക്കി അയക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയും ചെയ്തത്. ഇത് അഷ്കറിന് വളരെ തണലായി മാറുകയും ചെയ്തു. അഷ്കർ പിന്നീടും ഈ ആമിനെ ഉപദ്രവിക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ നീണ്ടുപോവുകയും ചെയ്തു. അങ്ങനെയാണ് ഈ ഘട്ടത്തിൽ അയൽക്കാർ പറഞ്ഞതനുസരിച്ച് ആമിനയുടെ അച്ഛൻ അവിടെ എത്തി ഇത്തരത്തിൽ ആമിനയെ അഷ്കറിൻ്റെ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടു പോവുകയൊക്കെ ചെയ്തത്. പിന്നീടും കുടുംബം നിരന്തരം പരാതി നൽകുകയും ചെയ്തിരുന്നു. ഈ ആമിനയുടെ സഹോദരൻ, അതായത് അഷ്കറിൻ്റെ മുൻ ഭാര്യ സഹോദരൻ്റെ മരണത്തിലടക്കം കുടുംബം കാണിച്ചുകൊണ്ട് ദുരൂഹ മരണമാണെന്ന് കാണിച്ചുകൊണ്ട് പരാതിയെല്ലാം നൽകിയിരുന്നെങ്കിലും ആ പരാതിയെല്ലാം തന്നെ പോലീസ് അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് അഷ്കർ ആമിനയെ ഉപേക്ഷിച്ച് മറ്റൊരു യുവതിയായ ഈ അഖിലയോടൊപ്പം തന്നെ ജീവിക്കാൻ തുടങ്ങിയത്. തുടർന്നാണ് അഖിലയുടെ കുട്ടി ഈ ഒരു ജീവിതത്തിന് തടസ്സമാകും എന്ന് കണ്ടുതന്നെ ആ കുട്ടിയെയും കൊലപ്പെടുത്തി ഇപ്പോൾ നിലവിൽ ജയിലിൽ പോയിരിക്കുന്നത്. അതെ, അങ്ങനെ തന്നെയാണ് നമ്മുടെ പ്രേക്ഷകർ പറയുന്നത്. സന്ദീപ് പറയുന്നത് കുഞ്ഞിന്റെ കൊലപാതകം ക്രൂരമായി മർദ്ദിച്ച കുഞ്ഞിന്റെ നിലവിളി കേട്ടിട്ടും ഇടപെടാതിരുന്ന അയൽക്കാരെ സമ്മതിച്ചേ പറ്റൂ എന്ന് സന്ദീപ് പറയുന്നുണ്ട്. പക്ഷേ മറ്റൊരു പ്രേക്ഷകൻ തന്നെ അതിന് മറുപടിയും പറയുന്നുണ്ട്. PRP കുറിപ്പ് പറയുന്നത് കേരളത്തിലെ ഏതെങ്കിലും പ്രശ്നത്തിലോ മറ്റ് അപകടങ്ങളിലോ ജനങ്ങളോ അയൽക്കാരോ ഇടപെട്ടാൽ ഇടപെടുന്നവർ കുടുങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. അതുകൊണ്ടാണ് പല കേസിലും ജനങ്ങൾ ഇടപെടാതെ മാറി നിൽക്കുന്നത്. കേരള പോലീസ് അതൊക്കെ കാണണം എന്നുള്ള കാര്യം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളിപ്പോൾ ഒരു അപകടം നടന്നാലും അല്ലെങ്കിൽ ഇതേപോലെ ഒരു കൊലപാതകം നടന്നാലും അതിൻ്റെ സാക്ഷി പറയാൻ, അല്ലെങ്കിൽ അത് കണ്ടിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു ശബ്ദം അവിടെ കേട്ടിരുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞവർ പോലീസ് സ്റ്റേഷൻ കയറിയിറങ്ങേണ്ട ഒരു സാഹചര്യമാണ്. അവർക്ക് മറ്റൊരു ജോലിക്കും പോകാനാവില്ല. പോലീസ് അവരെ ചുറ്റിപ്പറ്റിയാണ് പിന്നീട് കാര്യങ്ങൾ വരുന്നത്. പ്രതികളെ ചോദ്യം ചെയ്യുന്ന പോലെ അവരെ ചോദ്യം ചെയ്യും. അതുകൊണ്ടാണ് പലരും മാറി നിൽക്കുന്നത് എന്നുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഈ കേസിൽ നമ്മൾ ഒരു കാര്യം കൂടി, അതെ ശ്യാം, ഒരു കാര്യം കൂടി, പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കാൻ വേണ്ടി ഒരു ആലോചനയുണ്ടല്ലോ. ആ കാര്യം കൂടി ഒന്ന് പറയാം അല്ലേ? അതെ. വിനോദ്, അക്കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അതായത് പ്രധാനമായും ഈ കേസിൻ്റെ പരിധിയിലേക്ക് അഷ്കറിൻ്റെ ഈ പങ്കാളിത്തം സംബന്ധിച്ച്, അതായത് ആമിനയുടെ ഭാര്യ സഹോദരൻ്റെ മരണവും ഒപ്പം തന്നെ ഈ കുട്ടിയോട് നിലവിൽ നിരന്തരം കാണിച്ച ഉപദ്രവവുമെല്ലാം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട ആധാരങ്ങൾ ഉണ്ട്. അതിനാൽ തന്നെ അന്വേഷണ പരിധിയിലേക്ക് കൂടുതൽ കാര്യങ്ങൾ, അതായത് അഷ്കറിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇപ്പോൾ മുൻ ഭാര്യ കൂടിയായ ആമിനയുടെ കുടുംബം ഉന്നയിക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെ ഇക്കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷണ പരിധിയിലേക്ക് കൊണ്ടുവരണോ, അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ അന്വേഷണ സംഘത്തിലെ നിലവിൽ അന്വേഷണ പരിധി നീട്ടിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയിരുന്നു. എന്തായാലും നിലവിൽ ഇത് സംബന്ധിച്ച് ADGP തലത്തിലടക്കം കൂടിയാലോചനകൾ നടത്തിയിട്ടായിരിക്കും ആഭ്യന്തര വകുപ്പ് ഇത്തരത്തിലൊരു തീരുമാനമെടുക്കുക. എന്തായാലും ഇന്ന് തന്നെ ഇത് സംബന്ധിച്ച തീരുമാനം. വിവരങ്ങൾ വ്യക്തമാണ്. എന്തായാലും റിമാൻഡ് റിപ്പോർട്ടിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, ഇതിനു മുൻപ് ആമിനയുടെ അമ്മ ഷിജില പരാതി നൽകിയിരുന്നു നെടുമങ്ങാട് പോലീസിനൊപ്പം. ഈ കുഞ്ഞിന്റെ 2 കൈയും തല്ലി ഒടിച്ചതിനു ശേഷം ഈ കുഞ്ഞിന്റെ അമ്മുമ്മ ഇതിൽ ദുരൂഹതയുണ്ട്, ഈ കുഞ്ഞ് സൈക്കിളിൽ നിന്ന് വീണതല്ല, ഇത് അന്വേഷിക്കണമെന്നും പോലീസിന് പരാതി നൽകിയിരുന്നു. അപ്പോഴും നെടുമങ്ങാട് പോലീസ് ഒരു ചെറുവിരൽ പോലും അനക്കിയില്ല. ഒരുപക്ഷെ അന്ന് അനക്കിയിരുന്നുവെങ്കിൽ നമ്മുടെ കുഞ്ഞിനെ ഇന്ന് നമുക്ക് നഷ്ടമാകില്ലായിരുന്നു. എന്തായാലും വളരെ ഗുരുതരമായ സാഹചര്യമാണ് ഉടലെടുത്തിരിക്കുന്നത്. എന്തായാലും അഷ്കർ എന്ന നരഭോജിയെ പോലീസ് ഏതൊക്കെ കേസുകളിലാണ് ഇയാളുടെ പങ്ക് അതെല്ലാം തെളിയിച്ചേ മതിയാകൂ. കാരണം ആ കുഞ്ഞിൻ്റെ നെഞ്ചത്തേറ്റ ചവിട്ട് അതാണ് ആ കുഞ്ഞിൻ്റെ മരണത്തിന് കാരണമായത്. 9 വാരിയലുകളാണ് ആ ഇത്തിരി പോകുന്ന ശരീരത്തിൽ പൊട്ടിയത്. അത് നമ്മൾക്ക് കാണാതിരിക്കാൻ കഴിയില്ല. എന്തായാലും ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ വരും മണിക്കൂറുകളിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം.